മോഹൻലാൽ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് ഈ ഒരു കൂട്ടുകെട്ടിന് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. 1981 42 വർഷങ്ങൾക്ക് മുമ്പ് ഭൂകമ്പം എന്നൊരു സിനിമയിൽ തുടങ്ങി. ജനുവരി ഒരു ഓർമ്മ, നമ്പർ 20 മദ്രാസ് മെയിൽ, നരൻ, റൺ ബേബി റൺ, ലൈല ഓ ലൈല, അങ്ങനെ മലയാളത്തിന് ബ്ലോക്ക് ബസ്റ്റർ മെഗാ ഹിറ്റുകൾ സമ്മാനിച്ച ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നും ഇതാ ഒരു പുതുചിത്രം കൂടി പിറക്കാൻ പോകുന്നു. ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ എല്ലാവരെയും we are welcoming each one of you singly and every one of you collectively to this auspicious occasion. ആദ്യം തന്നെ ഈ ചിത്രത്തെ പറ്റി കൂടുതൽ അറിയുന്നതിന് മുമ്പായിട്ട് വി ആർ മൂവിങ് ഓൺ ടു ദ ഫോർമൽ സെറിമണി. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനെയാണ് ആദ്യം ഈ ഒരു വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്തെന്നാൽ വി ഗോട്ട് സം സ്ട്രോങ് പില്ലേഴ്സ് ബിഹൈൻഡ് ദ മൂവി. ഇതിന്റെ പ്രൊഡ്യൂസറായ ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സിന് വേണ്ടി ചെമ്പൻ വിനോദ് ജോസ് സാറിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. 4 ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. 5ാമതായിട്ട് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഏറ്റെടുത്ത ഇവിടെ ഇതാ മലയാളത്തിന് കലാമൂല്യമുള്ള എന്റർടൈൻമെന്റ് മൂല്യമുള്ള സിനിമകൾ സമ്മാനിക്കണം എന്ന അതിതീവ്ര ആഗ്രഹവുമായിട്ട് നമുക്ക് വേണ്ടിയുള്ള ഐൻസ്റ്റീൻ മീഡിയ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ദ മാൻ ഹിംസെൽഫ് ഐൻസ്റ്റീൻ. ആദ്യമായിട്ടായിരിക്കും മലയാളത്തിൽ ഒരു ബോളിവുഡ് സൗത്ത് ഇന്ത്യ കൊളാബറേഷൻ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബാനേഴ്സ് ആണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി അണിനിരക്കാൻ പോകുന്നത്. ശൈലേഷ് ആർ സിംഗിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് മലയാളത്തിന് മാത്രം സ്വന്തമായ നമ്മുടെ സ്വന്തം ശ്രീ മോഹൻലാൽ ലാലേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി നമ്മുടെയൊക്കെ സ്നേഹം, അഭിമാനം എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ജോഷി സർ. ജോഷി സർ പ്ലീസ്. തിരി തെളിയിച്ച ഞങ്ങളിവിടെ ഇതാ ജോഷി മോഹൻലാൽ ചിത്രത്തിന്റെ ഈ ഒരു ചിത്രത്തിന്റെ ഓഡിയോ നമ്മുടെ ടൈറ്റിൽ ലോഞ്ച് നമ്മളിവിടെ ഇതാ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. സോ ടൈറ്റിൽ ലോഞ്ചിന്റെ തിരിതെളിയിപ്പാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ലാൽ സാറിനെ ഞാൻ ആദ്യം തന്നെ മുന്നോട്ടൊന്ന് ക്ഷണിക്കുകയാണ്. ലാൽ സാർ തിരിതെളിയിച്ച് നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ ലോഞ്ച് നമ്മളിവിടെ ഇതാ നിർവഹിക്കാൻ പോവുകയാണ്. ജോഷി സാറിനെ ഒപ്പം തന്നെ ബാക്കിയുള്ള 3 പ്രൊഡ്യൂസേഴ്സിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ടൈറ്റിൽ ലോഞ്ചിന്റെ ഒഫീഷ്യൽ സെറിമണി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ ഡിഗ്നിറ്ററീസിനുമായി കൈൻഡ്ലി റിക്വസ്റ്റ് ടു ഹാവ് യുവർ സീറ്റ്സ് പ്ലീസ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ 42 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇന്നിതാ വീണ്ടും ഒരു താരേതിഹാസം ഈ ഒരു വേദിയിൽ വെച്ച് പിറക്കാൻ പോവുകയാണ്. ആ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങൾ എല്ലാവരുമായിട്ട് കേരളക്കരയ്ക്ക് മുമ്പാകെ ഞങ്ങൾ ഇതാ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന ആ ചിത്രത്തിന്റെ പേര് നമ്മൾ ഇനി ഇവിടെ ഇതാ നിങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യാൻ പോവാണ്. നിങ്ങൾ എല്ലാവരെയും സാക്ഷി നിർത്തി ഞങ്ങൾ ഇവിടെ ഇതാ അത് സമർപ്പിക്കുകയാണ്. സോ റെഡി ആണെങ്കിൽ on the countdown of 3, 2, 1.
മോഹൻലാൽ in and of റംബാൻ. ജോഷി മോഹൻലാലിന്റെ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ചിത്രം റംബാന്റെ ടൈറ്റിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ അനാവരണം ചെയ്തു കഴിഞ്ഞു. മോഹൻലാൽ ഇൻ ആൻഡ് ആസ് റംബാൻ. റംബാൻ എന്ന ചിത്രത്തിന്റെ ഈ ഒരു ഒത്തുചേരലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള 2 legends, 2 finest talents ആണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി, റംബാന് വേണ്ടി കൈകോർക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഒരു ഗൂസ് ബംപ്സ് നമുക്കൊന്നുണ്ടായില്ലേ? സോ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? വേണം? യെസ്, വേണം എന്നാണ്. സോ ജോഷി സാറിന്റെ പെർമിഷനോട് കൂടി ജോഷി മോഹൻലാലിന്റെ റംബാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്ലീസ്. Directed by Joshi, produced by Chemban Vinod Jose, Einstein Sackpot and Shailesh R. Singh. എനിക്ക് ഇത്രയും മനസ്സിലായിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരെയും പോലെ ടൈറ്റിൽ കണ്ടിട്ട്. സോ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ അതിനെപ്പറ്റി പറയാനായിട്ടുള്ള അതിൻ്റെ കാരണക്കാരെ തന്നെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് വിളിക്കാൻ പോകുന്നത്. 3 പേരാണ്, 3 പ്രൊഡക്ഷൻ ഹൗസസ് ആണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി അണിനിരക്കാൻ പോകുന്നത്, കൈകോർക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ വേദിയിലേക്ക് വിളിക്കുന്നു ദി ആക്ടർ ടേൺ പ്രൊഡ്യൂസർ, ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയായ ചെമ്പൻ വിനോദ് ജോസ്. ഞങ്ങളുടെ റംബാന്റെ കഥ, തിരക്കഥ, സംഭാഷണം ചെമ്പൻ വിനോദ് ജോസ് ആണ്. അപ്പോ വിനോദേട്ടാ, ശരിക്കും റംബാനായിട്ട് ലാലേട്ടൻ മാറിയത് ഏത് മൊമെന്റിലാണ് കഥ എഴുതുമ്പോൾ? അതായത് ലാലേട്ടൻ ഏത് മൊമെന്റിലായിരിക്കും റംബാനായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തിയത്? ലാലേട്ടൻ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഒരു 3 മാസം മുമ്പാണ്. അത് എന്താ പറയാ, അതങ്ങനെ ഒരു പൂർത്തിയായിട്ടുള്ള തിരക്കഥ ആയിരുന്നില്ല. പക്ഷെ ലാലേട്ടനോട് പറഞ്ഞിട്ട് ലാലേട്ടന് ഇഷ്ടപ്പെട്ടാൽ അത് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ഐഡിയയിലാണ് ലാലേട്ടനോട് പോയി പറഞ്ഞപ്പോൾ ലാലേട്ടനും അവർക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെയാണ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3 മാസം മുമ്പാണ്. കാരണം ഇത് ഞാനങ്ങനെ എഴുതുന്നതിന് മുമ്പ് ആരെ വെച്ച് ഇത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയയിൽ ചെയ്യാറില്ല. അപ്പോൾ പക്ഷെ എഴുതി വന്ന് എന്താ പറയാ, ഒരു 1 ലൈൻ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ അത് ലാലേട്ടനോട് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ സെയിം നേരത്തെ പറഞ്ഞ പോലെ അത് ഡെവലപ്പ് ചെയ്യാൻ നേരിട്ട് അങ്ങനെ പറഞ്ഞു പെട്ടു. അങ്ങനെ എന്നാലും ആദ്യം ലാൽ സാറിന്റെ മുമ്പ് ചെന്ന് ഈ ഒരു റംബാന്റെ കഥ വായിച്ചപ്പോ ഫുള്ള് ലാൽ സാറ് കേട്ടോ എപ്പോഴാണ് കൺവിൻസ്ഡ് ആയത് ലാൽ സാർ ഇത് നമുക്ക് ചെയ്യാം, നമുക്കിത് ഒരുമിച്ച് കൈകോർക്കാം എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഏതായിരുന്നു? അങ്ങനെ ലാലേട്ടൻ അല്ല എന്നോട് പറഞ്ഞത് ആന്റണി ചേട്ടനാണ്. കഥ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആന്റണി ചേട്ടൻ വന്നിട്ട് ഞാൻ ചോദിച്ചു ലാലേട്ടൻ എങ്ങനെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് സാറിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റണി ചേട്ടൻ പോയി സംസാരിച്ചു, തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ ഓക്കെയാണ് ചെയ്യാൻ എന്ന് പറഞ്ഞു. സൂപ്പർ. അല്ല, സാധാരണ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ചെമ്പൻ വിനോദ് ജോസിന്റെ, ചെമ്പൻ ചേട്ടന്റെ പടത്തിലെല്ലാം ക്യാരക്ടേഴ്സിന്റെ പേര് ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും. നമ്മൾ ഈ റംബാൻ എന്നുള്ളൊരു പേര് തന്നെ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ശരിക്കും ആരാണ് റംബാൻ? റംബാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. റംബാൻ അത്യാവശ്യം എല്ലാവിധ തരികളുമായിട്ടൊക്കെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെറുപ്പത്തിൽ ജീവിച്ച് വലുതായപ്പോൾ നന്നായ ഒരാളാണെന്ന് കരുതാം. അത്രേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു മകളുണ്ട് അദ്ദേഹത്തിന്, അത്രേ ഉള്ളൂ. അതാണ് സിനിമ. അപ്പോ ഞങ്ങളുടെ റംബാന്റെ ഒരു പ്രൊഡ്യൂസർ എന്നോടൊപ്പം ഉണ്ട്. ഇനി 2ാമത്തെ പ്രൊഡ്യൂസറെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് വിളിക്കാൻ പോവാണ്. 4ഓളം ചിത്രങ്ങളാണ് ഈ ഒരു മീഡിയ ഹൗസിൽ നിന്ന്, പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് മലയാളത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. 5ാമതായിട്ട് അവർ കമ്മിറ്റ് ചെയ്ത ഒരു ചിത്രം കൂടിയാണ് റംബാൻ. ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ജോഷി സാർ എന്നെ സംവിധാനം ചെയ്യുന്ന ആന്റണി എന്ന സിനിമയുടെ ഇനി റിലീസിന് വേണ്ടിയാണ് ഐൻസ്റ്റീൻ മീഡിയ കാത്തിരിക്കുന്നത്. സോ ഐൻസ്റ്റീൻ മീഡിയയുടെ ദ മാൻ ഹിംസെൽഫ് ഐൻസ്റ്റീൻ സാറിനെ ഈ വേദിയിലേക്ക് സാദരം ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ
16 മീഡിയയിൽ നിന്നും 5ാമത്തെ ചിത്രമാണ്. സോ എങ്ങനെയാണ് ശരിക്കും ജോഷി സാറുമായിട്ടുള്ള ആ ഒരു റിലേഷൻ ഈ ഒരു റംബാനിലെത്തിയപ്പോൾ എന്ത് തോന്നുന്നു ചേട്ടാ? എനിക്ക് തന്നെ അറിയില്ല. ജോഷി സാറ് വീണ്ടും ആ വിശ്വാസത്തിൽ വച്ച് ഈ സിനിമ ചെയ്യാമെന്ന് സംഭവിച്ചതാണ് എൻ്റെ ബ്ലെസ്സിങ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആന്റണിയൻ സിനിമയുടെ ആ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ വേദിയിൽ നിൽക്കുന്നത്. ക്രൗൺ ക്ലാസ്സിൽ ഇവിടെ തന്നെ അന്ന് മുട്ട് പറിച്ച അതേ വേറെ ഇപ്പോഴും ഉണ്ട്. സാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും അതുണ്ട്. ഐ എം സോ ബ്ലെസ്ഡ് ഹി അക്സെപ്റ്റഡ് മീ. ആൻഡ് ഒബ്വിയസ്ലി ലാൽ സാറ്, ആന്റണി ചേട്ടൻ, ഇവര് ആ വിശ്വാസം വച്ച് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യും, എന്നെ കൊണ്ട് പറ്റുമെന്ന് വിശ്വസിച്ച് തന്നെ ഇറ്റ്സ് എ ട്രൂ ബ്ലെസ്സിങ്. ഐ എം സോ ഹാപ്പി ഫോർ ഇറ്റ്. അതാണ് ഞങ്ങൾ സാധാരണ പറയും, ജനറേഷൻസിനെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരാണ് നമുക്ക് മുന്നിൽ ഇരിക്കുന്നത്. കാരണം നാടുവാഴികൾ, നമ്പർ 20, മദ്രാസ് മെയിൽ, അങ്ങനെ തുടങ്ങി എത്ര സിനിമകൾ, ലൈല വരെ എത്തി നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും റംബാന് വേണ്ടി എത്താൻ പോകുന്നു എന്ന് അറിഞ്ഞ നിമിഷത്തിൽ ആസ് എ പ്രൊഡ്യൂസർ എന്തുമാത്രം സന്തോഷത്തിലായിരുന്നു? ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വർഷം മുമ്പ് ഇതുപോലെ ആന്റണി നിന്നപ്പോഴും ഇതേ ഒരു ഗൂസ് ബംസ് എനിക്ക് ഉണ്ടാകും. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് സംഭവിച്ചത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിന് പുറകിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഷിജോ ജോസഫ്, കൃഷ്ണരാജ്, ഗോകുൽ, ഇവരുടെ സപ്പോർട്ടുകൾ ഇല്ലെങ്കിൽ എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര സന്തോഷമുണ്ട് എനിക്ക്. ഒബ്വിയസ്ലി ഫാമിലിയുടെ ബ്ലെസ്സിങ്സ്. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ റെവല്യൂഷണറി ചേഞ്ചസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ, അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ചെമ്പോസിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ആന്റണി സെറ്റിൽ വെച്ചാണ്. അന്ന് തന്നെ ഞങ്ങൾ സംസാരിച്ച് ഈ സ്റ്റോറി ലൈൻ എനിക്ക് കുറച്ചറിയാവുന്നു. ലാൽ സാറിനോട് കാരവലിൽ സംസാരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഈ സിനിമയിലൂടെ പോയത്. ഇപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ചെമ്പോസിൽ പറഞ്ഞു, നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്താലില്ലേലും ഫസ്റ്റ് ഷോ, ഫസ്റ്റ് ഡേ ടിക്കറ്റ് എടുത്ത് ഞാൻ അവിടെ ഫ്രണ്ടിലുണ്ടാവും. കാരണം this is amazing. The story, he guided me through the movie. I saw the movie already. It might be releasing in 2025, but I already saw the movie. It's beautiful. സുബോ, ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ബാനർ കൂടി നമ്മുടെ റംബാന് വേണ്ടി കൈകോർക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വലിയ പ്രിവിലേജ് ആണ്. ആൻഡ് മോറോവർ ഇറ്റ്സ് our honor to have him on board. മറ്റാരുമല്ല, ശൈലേഷ് ആർ സിംഗ് ആണ്. I would like to have his presence on stage, sir. Please. ശരിക്കും പറഞ്ഞാൽ 20ഓളം ഒരു പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത, പ്രൊഡ്യൂസ് ചെയ്ത, നല്ല സംവിധാനത്തിൽ നല്ല ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഗ്രൂപ്പ് കൂടിയാണ് ശൈലേഷ് ആർ സിംഗിന്റെ. സോ സർ, യു ആർ കമ്മിങ് ടു മലയാളം. ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം വി ആർ ഹാവിംഗ് എ ബോളിവുഡ് സൗത്ത് കണക്ഷൻ. വൈ മലയാളം? First of all, I want to thanks everyone for coming here. For me, it's like a fan moment. Dream working with Mohanlal sir, Joshi sir together is nothing but a dream. Superb, and these two producers have been amazing, right, sir? Obviously, Einstein when first told me and told me the idea, and then he said, Mohanlal sir and Joshi sir, I said, I don't want to think, I just want to be part of it. സൂപ്പർ. കാരണം മലയാള സിനിമയിലേക്ക് ഈ പറഞ്ഞതുപോലെ ബോളിവുഡ് പ്രൊഡ്യൂസേഴ്സ് വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം നമ്മൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ ചെമ്മച്ചേട്ടാ? ഓക്കെ, സൂപ്പർ. ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഉണ്ട്. ആൻഡ് ഐ ഗെസ് യു ആർ കൈൻഡ് ഓഫ് സൂപ്പർ എക്സൈറ്റഡ് ടു വിറ്റ്നസ് ദ ഷൂട്ടിംഗ് ആൻഡ് ഓൾ. I'm really excited, and I want to thank here my team, Ansari, Jayashri, Nitin, and obviously I'm really big fan of his work. Super. So I'm really happy to be part of it. Super, and the pleasure is ours, sir. You are coming to Kerala. We are just choosing up the Malayalam film industry. Thank you so much, It's my honor. Thanks. Thank you, sir. ഇനി നിങ്ങളുടെയൊക്കെ ഒരു അനുവാദത്തോടെ നിങ്ങളുടെ സ്വന്തം അല്ല, ഇനി മുതൽ നമ്മുടെ റംബാനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത്. ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കാൻ പോകുന്ന റംബാൻ സിനിമയുടെ നമ്മുടെ സ്വന്തം മോഹൻലാൽ. ലളിത, പ്ലീസ്. 8 വർഷത്തിന് ശേഷം ഇതാ ജോഷി മോഹൻലാൽ എന്ന ഈ ഒരു ബാനർ വീണ്ടും ഒരുമിക്കാൻ പോവുകയാണ്. വിസ്മയങ്ങൾ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ നിന്നും ലാലേട്ട ഒരു മഹാവിസ്മയം കൂടി പിറക്കാൻ പോകുന്നു. എത്ര മാത്രം എക്സൈറ്റഡ് ആണ് സർ? എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉള്ള എക്സൈറ്റ്മെന്റ്. നമ്മളെപ്പോഴും ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ സിനിമ ഏറ്റവും വലിയ സിനിമയായി മാറുന്നതെന്ന് പ്രാർത്ഥന, അതേ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു സാറുമായിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ ആക്ടേഴ്സിനും. ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് ജോഷി സാറുമായിട്ട് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ പ്രൊഡക്ഷൻ ഉൾപ്പെടെ നരൻ എന്നുള്ള സിനിമ, ഒരുപാട് നല്ല സിനിമ.
ഈ കഥ വന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സാർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഹൈ ക്രാഫ്റ്റ് ആവശ്യമാണ് സിനിമ. ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും ഷൂട്ട് ചെയ്യേണ്ട സിനിമ. ഇവരാരും പറഞ്ഞിട്ടില്ല. പറയാമോ? പറയാം. കാര്യം റംബാൻ്റെ ഒരു ജേണി ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബാക്കി ഒരു വലിയ പോർഷൻ US-ലാണ്. ഇറ്റ്സ് എ വെരി ബിഗ് പ്രൊഡക്ഷൻ. വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട സിനിമ, വളരെ നന്നായി ചെയ്യേണ്ട സിനിമയാണ്. വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. സാറ് അത്രയും വലിയൊരു ക്രാഫ്റ്റ് ആവശ്യമുള്ള സിനിമ. തീർച്ചയായിട്ടും ഈ സ്ക്രിപ്റ്റും അതിൻ്റെ കഥയും സാറും ഞങ്ങൾ ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാവരും കൂടെ വരുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഫിലിമായിട്ട് ഒരു മലയാള സിനിമയല്ല. ഐ തിങ്ക് യു ആർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. ദിസ് ഇസ് ഗോയിങ് ടു എ പാൻ ഇന്ത്യൻ ഫിലിം ബിക്കോസ് ഓഫ് ദ ക്രാഫ്റ്റ്. ഏറ്റവും വളരെയധികം സന്തോഷത്തോടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നു. താങ്ക് യു ചെമ്പൻ, താങ്ക് യു എൻസ്റ്റീൻ, താങ്ക് യു സർ ഫോർ ജോയിനിങ് ദസ്. അവരൊന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ അതിനൊരു വളരെ ഒരു ഇങ്ങനെയാണല്ലോ, നമുക്കൊരു പെപ്പുണ്ടാവും, ഒരു എക്സൈറ്റഡാണ്. ചില സിനിമകളുടെ കഥ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ചെമ്പൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ അത് വളരെയധികം നന്നായി വരാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കും വളരെയധികം അതിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള സിനിമയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോഷ് സാർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റംബാൻ വലിയൊരു എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ വലിയൊരു വിജയമായി മാറണ്ട എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം സ്ക്രിപ്റ്റ് ചോദിച്ചു കഴിഞ്ഞിട്ടില്ലേ പറയാൻ. അതല്ല ലാലേട്ടാ, ഞാൻ നോക്കുമ്പോൾ ഒരു കയ്യില് തോക്കുണ്ട്, ഒരു കയ്യില് ചുറ്റുകയുണ്ട്. ആൻഡ് ദ ബ്ലഡ് ഇസ് ലൈക്ക് ഷെഡിങ്. അതാണ് ഒരു കൈ ചുറ്റുക ഇന്ത്യയിലും തോക്ക് US. കാരണം നമുക്ക് ഇത് കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അത്ര പിടി കിട്ടാതിരിക്കുന്നതാണ് റംബാൻ. ലാൽ സാറിനോട് ഒന്നും നമുക്ക് പറഞ്ഞേക്കെ. എന്നാലും ലാൽ സർ ശരിക്കും ഒരു ആക്ഷൻ ഹീറോ ആണോ ശരിക്കും റംബാൻ എന്ന് പറയുന്നത്? ഫുൾ ഫൈറ്റ് ഒക്കെ ഉള്ള പറഞ്ഞല്ലോ. അദ്ദേഹം വളരെയധികം പിന്നെ തരികടയൊക്കെ ചെയ്തു. പിന്നെ നന്നായി വീണ്ടും തരികടയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യം അല്ലേ? മനുഷ്യൻ അങ്ങനെയാണല്ലോ, ഒരു ആവശ്യം വരുമ്പോഴാണല്ലോ കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത്. അത്തരത്തിൽ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ആളാണ് റംബാൻ. കുഴപ്പമില്ലാത്ത. ഓക്കെ, ഇപ്പോൾ ലാൽ സാർ റംബാനെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ പോലെ US-ൽ ഷൂട്ടിംഗ് ഉണ്ട്, ഒരു വലിയ ബിഗ് ബഡ്ജറ്റ്, മലയാളം കണ്ട ഒരു വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും റംബാൻ എന്ന് ലാൽ സാർ എന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരുപാട് സ്നേഹമുണ്ട്, കാരണം ഞങ്ങളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച ലാലേട്ടനെ എനിക്ക് തോന്നുന്നു എല്ലാമായ ആന്റണി ചേട്ടനും കൂടി ഞങ്ങളെ വിഷ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ആന്റണി പെരുമ്പാവൂർ, മലയാളംസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ വിളിക്കുകയാണ്. ചേട്ടാ, ലാൽ സാറിന്റെ എത്രയോ പകർന്ന ആട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാ റംബാനായിട്ട് ഇനി മലയാളത്തിന് മുന്നിൽ എത്താൻ പോവുകയാണ്. അപ്പൊ ആസ് എ വെൽവിഷർ, ലാൽ സാറിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ എത്ര മാത്രം ഒരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഈ ഒരു മൊമെന്റില്. വലിയ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ജോർജ് സാറും ലാൽ സാറും തമ്മിൽ ഒന്നിക്കുന്നു, അവരുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ സിനിമയെ നമ്മൾ നോക്കിക്കാണുന്നത്. കാര്യം മുൻകാലങ്ങളിൽ ഇറങ്ങിയ സിനിമകളെല്ലാം അതിന് ഉദാഹരണമാണ്. അപ്പോൾ കുറേ വർഷമായിട്ട് ജോർജ് സാറും ഞാനുമൊക്കെ എപ്പോഴും പല ചർച്ചകൾ, പല ഡിസ്കഷൻ നടന്നിട്ടുണ്ട്, പല സിനിമയെക്കുറിച്ച് കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സാറിന് വളരെ ഹാപ്പി തോന്നുന്ന ഒരു കഥയാണ് ഞങ്ങളിലേക്ക് എത്തിക്കാറ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ജോർജ് സാർ നീ കേൾക്കാൻ പറഞ്ഞ് ലാൽ സാർ കേൾക്കണം എന്ന് പറഞ്ഞ് വിനോദ് വരികയും ഞങ്ങളത് കേൾക്കുകയും ചെയ്തപ്പോൾ ഒരു ജോർജ് സാറും മോഹൻലാൽ സാറിൽ നിന്ന് ഞാൻ ഇന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു സിനിമയാണ് ഈ സിനിമ എന്നതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ തോന്നി. അതിയായ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും മോഹൻലാൽ സാറിന് അത്ഭുതകരമായൊരു വിജയം ഈ ചിത്രത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാലേട്ടനോട് ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിക്കണമെന്നുണ്ട്. കാരണം നമ്മൾ ഈ പോസ്റ്റർ കണ്ടാൽ ലാൽ സാർ എന്തൊക്കെ കുറെ ഹിഡൻ അജണ്ടാസ് ഇതിനകത്തുണ്ട് നമുക്കിങ്ങനെ വായിച്ചെടുക്കാനായിട്ട്. കാരണം ലാൽ സാർ ഒരു കാറിന്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്, അങ്ങോട്ട് നോക്കി സൈഡിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത്, ഫേസ് നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല. എന്തായിരിക്കും സാറിന്റെ ഒരു ഭാവനയിൽ? സാർ എനിക്കൊരു സിറ്റി സെന്ററിലാണ് വച്ചേക്കുന്നത്. സോ കൈൻഡ് ഓഫ് എനിക്ക് പറയാൻ പാടില്ല, പുള്ളി തന്നെ പറയും. ഏത് സൈഡിലോട്ട് നോക്കി നിൽക്കുന്നതിൽ എന്താ കുഴപ്പം?
നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് നോക്കിയിരിക്കാം. അല്ല, ആരെയോ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന പോലെ ആരെയോ ഒന്ന് ലക്ഷ്യം വെച്ചല്ല, നമ്മള് അങ്ങോട്ട് തിരിഞ്ഞെന്നല്ല, നമുക്ക് ലാലേട്ടനാണല്ലോ. അപ്പൊ ലാലേട്ടന്റെ കയ്യിൽ ഒരു കയ്യിൽ ചിറ്റിയും തോക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു നിർത്തിയിരിക്കുന്നു. അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഫേസ് എന്താണെന്ന് നമുക്ക് റിവീൽ സിനിമയിൽ ചെയ്താൽ പോരെ. അപ്പൊ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ലെ പിന്നെ ഇപ്പൊ എല്ലാം കൂടി പറഞ്ഞിട്ട് ഷൂട്ടൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് ഇറക്കിയിട്ട് കാണുന്നതല്ലേ. അല്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയ ലാൽ സാർ ഇതിൽ ഏതായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്ന വെപ്പൺ എന്നാണ്. തോക്കായിരിക്കോ ചുറ്റികയായിരിക്കോ? സാർ, റംബാന്റെ ഒരു മെയിൻ ആയുധം എന്തായിരിക്കും? തോക്ക് ഓർ ചുറ്റിക? റംബാന്റെ മെയിൻ ആയുധം തോക്കും ചുറ്റികയല്ല, ഒരു ബുള്ളറ്റിന്റെ ചെയിനും അതിവിടെ ഉണ്ട്. അത് ഇപ്പൊ ഇതിന്റെ മുകളിലുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ബുള്ളറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, അവർക്ക് കാണാം. അതുകൊണ്ടുണ്ട്, പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വരും. ലാൽ സാർ പറഞ്ഞതുപോലെ നമ്മൾ 2025 എയിം ചെയ്യുന്നത് അല്ലേ സാർ? ഒരു വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതെ, അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു 2025 ഈസ്റ്റർ വിഷു റിലീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം എന്താ പറയാ, സമയവും ദൈവവും എല്ലാം അനുഗ്രഹിച്ച് നടന്നാൽ അതങ്ങനെ 2025 വിഷു ഈസ്റ്റർ റിലീസ് ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ റംബാന് വലിയൊരു തംസപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും റംബാനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇതാ ലാൽ സാറിനെയും ആന്റണി ചേട്ടനെയും നമ്മുടെ ശൈലി സാറിനെയും ഐൻസ്റ്റീൻ സാറിനെയും ഒക്കെ ഞങ്ങളൊന്ന് സീറ്റിലേക്ക് ഇത് ചെയ്യാണ്. ഒന്ന് ചെമ്മചേട്ടനെ ഒന്ന് ഹോൾഡ് ചെയ്യാണ് ഞങ്ങൾ ജസ്റ്റ് ഫോർ എ സെക്കൻഡ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സർപ്രൈസിംഗ് ആയിട്ടുള്ള എലിമെന്റ്സ് ഒളിഞ്ഞിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് റംബാൻ. അപ്പം ലാൽ സാറാണ് റംബാനായിട്ട് നമുക്ക് മുന്നിൽ എത്താൻ പോകുന്നത്, ലോക സിനിമയ്ക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. സോ ഇതിന്റെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് റിവീൽ ചെയ്യാൻ വല്ല ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ആയിട്ട്? തീർച്ചയായും. അത് ഇങ്ങനൊരു സ്റ്റേജിൽ ഇത് റിവീൽ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താ പറയാ, ലൈക്ക് എനിക്കൊരു ഭാഗ്യം തന്നെയാണ്. റംബാൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന് ഒരു റംബാനേക്കാളും കുറച്ചുകൂടി വേറെ ആ സ്വഭാവം, അതിനേക്കാൾ കുറച്ചുകൂടി കയ്യിലിരിപ്പ് കൂടിയ ഒരു മകളുണ്ട്. അപ്പൊ ഈ മകളുടെയും അപ്പന്റെയും കഥയാണത്. അപ്പോ ഈ മകളായിട്ട് നമ്മള് എന്താ പറയാ, ജോഷ് സാറൊക്കെ ആയിട്ട് സംസാരിച്ച് ഒരു ഫ്രഷ് ഫേസ് വേണം എന്നുള്ളൊരു ഐഡിയയില് ഞങ്ങൾ കുറെ അന്വേഷിക്കുകയും അങ്ങനെ നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സായികുമാർ ഏട്ടൻ, ബിന്ദു പണിക്കർ ചേച്ചി, അവരുടെ മകളായിട്ടുള്ള കല്യാണി പണിക്കരായിരിക്കും ഈ സിനിമയിലെ ഫീമെയിൽ ലീഡ് ചെയ്യുക. കല്യാണി പണിക്കർ, പ്ലീസ് കം. കല്യാണി പണിക്കരാണ് ലാൽ സാറിനോടൊപ്പം റംബാനിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, സൂപ്പർ എക്സൈറ്റഡ്. കല്യാണി പണിക്കർ നമുക്ക് മുന്നിലുണ്ട്. കല്യാണി, എന്താണ് പറയേണ്ടത്? കാരണം ലെജൻഡ്സിനോടൊപ്പമാണ് ആദ്യ ചിത്രം വരാനിരിക്കുന്നത്. ഹൗ എക്സൈറ്റഡ് ആർ യു റൈറ്റ് നൗ? ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എപ്പോഴും അമ്മ ഓരോ മൂവി കഴിഞ്ഞിട്ട് പ്രൊമോഷനൊക്കെ കയറുമ്പോൾ അച്ഛനും ഞാൻ എപ്പോഴും കളിയാക്കും. ബിക്കോസ് ആദ്യം അമ്മയുടെ ഡയലോഗ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ ഇത് ശരിയാണ്. ബിക്കോസ് ഇപ്പോഴും ഐ എം ഷിവറിങ്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് ഹൗ, ഐ മീൻ എത്ര ബിഗ് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. താങ്ക് യു ചെമ്മൻ ചേട്ടാ, ജോഷി സർ, ഫോർ ഗിവിങ് മീ ദിസ് ചാൻസ് ടു ഡു. ആൻഡ് ലാലേട്ട, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ലാലേട്ടനെ കണ്ട് വളർന്ന് ഒരു മിനിറ്റെങ്കിലും ലാലേട്ടൻ്റെ മോളായിട്ട് അഭിനയിക്കുക എന്നുള്ള ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഫോർ മീ സ്റ്റിൽ. എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ലൈക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന്. ആൻഡ് താങ്ക് യു അമ്മ, അച്ഛ, ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു എവ്രി വൺ. അതെ, സാൻഡ്ര ചേച്ചി ഒരിക്കലും ലൈക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ലൈക്ക് ഫോർ എന്നെ കാണിച്ചു കൊടുത്തതിന് നന്ദി ഒരുപാട്. താങ്ക് യു. അല്ല, എനിക്ക് കല്യാണിയോട് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ചെമ്പൻ വിനോദ് വേറൊരു കാര്യം പറയണ്ടേ. എനിക്കിത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാന്ദ്രയാണ് സജസ്റ്റ് ചെയ്യുന്ന കല്യാണിനെ. ഇങ്ങനെ സാന്ദ്രയാണ് ആക്ച്വലി കല്യാണിയുടെ ഓഡിഷനൊക്കെ എടുത്ത് നോക്കിയിരുന്നത്. അപ്പം അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന കല്യാണിയോട് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇടിച്ചു വിളിച്ച് കരുതുന്നത് ആ കല്യാണി എന്തെങ്കിലും ചോദിച്ചിട്ട് സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇങ്ങനെ എന്നറിയാമോ? പറഞ്ഞു, ചേട്ടാ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ 2 സിനിമകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അങ്കമാലി ഡയറീസ്, ഭീമന്റെ വഴി. ആണോ ചേട്ടൻ എഴുതി? പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ധാരണ. അല്ല, എനിക്ക് കല്യാണിയോട് ചോദിക്കാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ ചെമ്പൻ വിനോദേട്ടൻ ഇവിടെ ഒരു സൈഡിലുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വലിയ ബാനേഴ്സ് ആണ്. ഐൻസ്ട്രീം മീഡിയ, ശൈലേഷ സിംഗിന്റെ ശരിക്കും പറഞ്ഞാൽ മുംബൈയിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ്. ജോഷി സാറ് സംവിധാനം ചെയ്യാൻ പോകുന്നു. അതിലൊരു ചെറിയ വല്ല ഉൾഭയം എന്തെങ്കിലും ഉണ്ടോ? കാരണം ജോഷി സാറിന്റെ സെറ്റിലോട്ടാണ്. കാരണം സാർ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അതിന്റെ എന്തെങ്കിലും എന്താണ് പ്രിപ്പറേഷൻ സൈഡൊക്കെ തുടങ്ങിയോ?
ഭയം ഇപ്പോഴും ഭയം തന്നെയാണ്. പക്ഷെ എന്താ പറയുക, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല, ഐ മീൻസ് ഇതൊരു എന്താ പറയാ, മരവിപ്പാണോ പേടിയാണോ അതോ കോൺഫിഡൻസ് ആണോ, എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. ഒന്നും റിവീൽ ചെയ്തിട്ടില്ല കല്യാണിയുടെ. എന്നാലും ലാൽ സാറിനൊപ്പമാണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകുന്നു തോന്നിയ ആ ഫസ്റ്റ് മൊമെന്റിൽ ആ കോള് കിട്ടിയപ്പോൾ വാട്ട് കെയിം ടു യുവർ മൈൻഡ്? ഹ്യൂജ് ബ്ലെസ്സിങ്, ഐ കാൺട്ട് എക്സ്പ്ലെയിൻ. ലാലേട്ടൻ്റെ മോളായിട്ട് ലൈക്ക് ഒരു സജഷൻ ഷോട്ടെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം ഫോർ എവ്രി വൺ. താങ്ക് യു ഫോർ എവ്രി വൺ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കല്യാണി ഉണ്ടാവും, കല്യാണി പണിക്കർ ഉണ്ടാവും നമ്മുടെ ഒപ്പം, റംബാന്റെ കൂടെ ഫാമിലിക്കൊപ്പം തന്നെ. സോ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ, നമ്മുടെ സ്വന്തം ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സിന് വേണ്ടി നമ്മുടെ സ്വന്തം ചെമ്പൻ വിനോദ് ചേട്ടൻ ഇവിടെ ഉണ്ട്. ബാക്കി പ്രൊഡ്യൂസേഴ്സിനെ കൂടി ഞങ്ങൾ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ റംബാന്റെ ടെക്നീഷ്യൻസിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിലുള്ള ഐൻസ്റ്റീൻ മീഡിയയ്ക്ക് വേണ്ടി ഐൻസ്റ്റീൻ, ഒപ്പം തന്നെ ശൈലേഷ് ആർ സിംഗ്, നെക്സ്റ്റൽ പ്രൊഡക്ഷൻസിന് വേണ്ടി, കൂടാതെ ഞങ്ങളുടെ ഇതിലെ ടെക്നീഷ്യൻസ് ഇന്നിവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ ടെക്നീഷ്യൻസ്, ഞങ്ങളുടെ DOP എന്ന് പറയുന്നത് സമീർ താഹിറാണ്. ഒരുപാട് മലയാള ചിത്രങ്ങളിൽ വിരലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ സമീർ താഹിറാണ് ഞങ്ങളുടെ DOP എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഞങ്ങളുടെ ടെക്നീഷ്യൻ ലിസ്റ്റിലുള്ളവരെ കൂടി ഇൻവൈറ്റ് ചെയ്യാൻ ചെമ്പചേട്ടനോട് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ മ്യൂസിക് ചെയ്യുന്നത് വിഷ്ണു വിജയനാണ്. വിഷ്ണു വിജയൻ പ്ലീസ് കം. പിന്നെ വിഷ്ണു വിജയൻ. പിന്നെ നമ്മളുടെ ഫിലിം എഡിറ്റ് ചെയ്യുന്നത് വിവേക് ഹർഷനാണ്. വിവേക് ഹർഷൻ പ്ലീസ് കം. അതുപോലെ നമ്മുടെ ഫിലിമിലെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് മാഷർ റംസയാണ്. മാഷർ പ്ലീസ്. സോ ഇത്രയും ടെക്നീഷ്യൻസ് ആണ് ഇന്ന് ഞങ്ങളുടെ ഈ ടൈറ്റിൽ ലോഞ്ചിന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് വിളിക്കാനുള്ളത് ഞങ്ങളുടെ കപ്പിത്താനായ ഞങ്ങളുടെ ജോഷി സാറിനെയാണ്. ഒപ്പം തന്നെ ലാൽ സാറിനെയും കൂടി ഈ ഒരു വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ജോഷി സാർ ആൻഡ് ലാലേട്ടൻ, ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇതാ ഒരു വിസ്മയം കൂടി പിറക്കാൻ പോകുന്നു. റംബാന് വേണ്ടി ജോഷി മോഹൻലാൽ 8 വർഷത്തിന് ശേഷം ജോഷി സാറും ലാലേട്ടനും ഒന്നിക്കുകയാണ്. 42 വർഷത്തെ ബന്ധത്തിന് ശേഷം ഇതാ ജനുവരി ഒരു ഓർമ്മ, ഭൂകമ്പം, നമ്പർ 20, മദ്രാസ് മെയിൽ, നരൻ, റൺ ബേബി റൺ, ലൈല ഓ ലൈലയ്ക്ക് ശേഷം ആഫ്റ്റർ 8 long years ജോഷി മോഹൻലാൽ ചിത്രം റംബാൻ നമ്മളിവിടെ ഇതാ ഒരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെമ്മചേട്ട ഞങ്ങൾ ഒന്ന് എൻഡ് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും നിങ്ങളുടെയൊക്കെ അനുഭവത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കേട്ടോ ഈ ഒരു ചിത്രം ഏറ്റെടുക്കണമെന്ന വലിയ പ്രാർത്ഥനയില. Here we go for the ജോഷി മോഹൻലാൽ ചിത്രം റംബാൻ. തീർച്ചയായിട്ടും. സോ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണ്. സാറ് പറഞ്ഞതുപോലെ, ലാൽ സാറ് പറഞ്ഞതുപോലെ US അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ ആയിട്ടായിരിക്കും ഞങ്ങളുടെ ഷൂട്ട്. ഒരു വലിയ ബഡ്ജറ്റഡ് സിനിമയായിരിക്കും, വലിയൊരു പ്രൊഡക്ഷൻ ആയിരിക്കും. പിന്നെ ജോഷി സാറിന്റെ മാജിക് കാണാൻ വേണ്ടി 2025 നമുക്കിവിടെ ഇതാ വെയിറ്റ് ചെയ്യാം. ലാൽ സാർ, ലാലേട്ടന്റെ റംബാന് ഒരു വലിയ കൈയ്യടി നൽകിക്കൊണ്ട് താങ്ക് യു സോ മച്ച്. ആൻഡ് ദ സ്ക്രിപ്റ്റ് ഹാസ് ബീൻ ഡൺ ബൈ ചെമ്പൻ വിനോദ് ജോസ്. അതുപോലെ തന്നെ ആൻഡ് ദ പ്രൊഡ്യൂസർ ലിസ്റ്റ് വി ഗോട്ട് ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സിന് വേണ്ടി ചെമ്പൻ വിനോദ് ജോസ്. വി ഗോട്ട് ഐൻസ്റ്റീൻ മീഡിയയ്ക്ക് വേണ്ടി ഐൻസ്റ്റീൻ ആൻഡ് ശൈലേഷ് ആർ സിംഗ്. ഇത്രയും പേരാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കംപ്ലീറ്റ് മീഡിയയ്ക്കും ഒരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. ടു ദ ഹോൾ സോഷ്യൽ മീഡിയ, ടു ഓൾ ദ ക്യാമറാമെൻ, ടു ഓൾ അവർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്, എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരേട്ടന് ഞങ്ങളുടെ ക്ഷണത്തിന് വന്നതിന് താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രോജക്റ്റ് ആണ്, അതാണ് തീർച്ചയായിട്ടും ഇറ്റ്സ് ഓൾ എ ഫാമിലി. സോ വൺസ് അഗൈൻ ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിൽ നിന്നും റംബാൻ ഇനി തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 3 പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. കഥ, തിരക്കഥ, സംഭാഷണം ചെയ്തിരിക്കുന്നത് ഇതിനോടകം തന്നെ ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ ചെമ്പൻ വിനോദ് ജോസ് ആണ്. ഐൻസ്റ്റീൻ മീഡിയ ഉണ്ട്, ശൈലേഷ് ആർ സിംഗ് ഓൾ ദ വേ ഫ്രം മുംബൈ. താങ്ക് യു സോ മച്ച് സർ ഫോർ മേക്കിംഗ് ഇറ്റ് ടുഡേ. താങ്ക് യു സോ മച്ച്.
സോ ഒരിക്കൽ കൂടി എല്ലാ മീഡിയയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള ക്യാമറ ടീം, ഇവിടെ ഞങ്ങളുടെ ഗസ്റ്റ് എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ we will be seeing you all around on 2025. So Joshi, Mohanlal, Chitra, Ramba!